പൂങ്കൊടിയെ ആ പാർസൻ എവിടെ? കിടന്ന് ഉറങ്ങുന്നു. കൊള്ളാം. ഇത് ബോധവും പൊക്കണമൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. ചേനത്തണ്ടം മാതിരി കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ഇന്നലെ നല്ല കീറി കാണാം. അതെ, എന്നാ പിന്നെ ഇല്ലാത്തത്? പാർത്ത, എടാ പാർത്ത, നിനക്കെന്താടാ തലയ്ക്ക് വെളിവില്ലേ? കല്യാണത്തിന് പോകണ്ടേടാ. കല്യാണം? എന്ത് കല്യാണം? എടാ നമ്മളെ കാക്കബാലുവിന്റെ കല്യാണമാണ് ഇന്ന് ഗുരുവായൂർ വെച്ച്. നമുക്ക് പോകണ്ടേ? കല്യാണത്തിനൊന്നും ഞാനില്ല. ഗുരുവായൂരാണെങ്കിൽ ഇല്ലേ ഇല്ല. ദേ ഇപ്പൊ കാല് മാറുന്നോ? എടാ നീയല്ലേ പറഞ്ഞത് നമുക്കൊന്ന് അടിച്ചു പൊളിക്കണമെന്ന്? ഇപ്പൊ എല്ലാ സെറ്റപ്പും റെഡിയാടാ അവിടെ. എന്ത് സെറ്റപ്പ്? മൈതാനം ജാനകി, ആ വക പരിപാടിക്കൊന്നും ഞാനില്ല. അതൊക്കെ നിർത്തി മക്കളെ. മൈതാനം വേണ്ടെങ്കിൽ വേണ്ട. എടാ ഗോപനും കൂട്ടിനും പുറപ്പെട്ടു കഴിഞ്ഞു. നീ സുലൈമാൻ എവിടെ? അവനിപ്പോ എങ്ങെത്തും. നീ ഒന്ന് ഇറങ്ങിയാ മതി. ഞാൻ വരണോ? പിന്നെ വരാതെ. നീ ഇല്ലാതെ ഞങ്ങൾക്ക് എന്ത് ആഘോഷവാടാ. വൈകിട്ട് എന്താ പരിപാടി? വൈകിട്ട് ഇതുതാൻ പരിപാടി. അപ്പൊ മതി അന്വേഷിച്ചത്. 1-ാം തീയതി സാധനം കിട്ടലെന്നേ കുടിയന്മാർ ആലോചിക്കണം. ബുദ്ധിയുള്ള കുടിയന്മാർ സാധനം തലേ ദിവസം സ്റ്റോക്ക് ചെയ്യും. ഒന്നുമില്ലാതെ അങ്ങോട്ട് ചെന്നാ പാർത്തൻ. അത് കുഴപ്പമാണല്ലോ. ഒരു കാര്യം ചെയ്യും, നീ നല്ല കൊട്ടുപടി കിട്ടുന്നു. എന്തിനാ? തലക്കടിക്കാനോ? അല്ല, തലയ്ക്ക് പിടിക്കാൻ. നീ വണ്ടി ഇറ. കുടിയന്മാരുടെ കുടിമുട്ടിക്കുന്ന 1-ാം തീയതിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ചൂട് തലച്ചാരായം സെറ്റപ്പാക്കി തന്ന ഗോപൻ കെ. ഗുരുവായൂർ വന്ന് കുളിച്ചു തൊഴുന്നതിന് പകരം എന്തിനാ ഇങ്ങനെ? എന്തിന്റെ കേടാ നിനക്ക്? ഗുരുവായൂർ വന്ന് എല്ലാ മാസവും 1-ാം തീയതി കുളിച്ചു തൊഴാൻ ഞാനുള്ളപ്പോൾ പിന്നെ വേറെ ആളെന്തിനാ? നീ എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത്? ഇങ്ങനെയല്ലാതെ പിന്നെ ഇങ്ങനെ കുടിക്കാൻ പറ്റും. എന്തിനാ കുടിക്കുന്നതെന്ന്? എന്തിനാ ഇങ്ങനെ വലിച്ചു മോന്തി കുടിക്കുന്നതെന്ന്? ചെറുപ്പത്തിലെ മുലകൂടി നിർത്തി. പിന്നെ എന്തെങ്കിലും ഒരു കുടി വേണ്ടെന്ന് വിചാരിച്ച് ഈ കുടി കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുക. എന്നാ പിന്നെ വല്ല പാലും മേടിച്ചു കുടിച്ചാൽ അത് നിന്റെ ശരീരത്തിൽ പിടിക്കൂലേ? ശരീരത്തിൽ പിടിക്കും, പക്ഷെ തലയ്ക്ക് പിടിക്കൂലല്ലോ. തലയ്ക്ക് പിടിക്കണമെങ്കിൽ നീയൊക്കെ ഈ ആനമൈക്ക് തന്നെ കഴിക്കണം. അതെ, ആനമൈക്ക് തന്നെ കഴിക്കണം. ഈ ആനമൈക്ക് 2 അടിച്ചിട്ട് വേണം എനിക്ക് ഗുരുവായൂർ കേശവൻ നടക്കുന്ന പോലെ ചെവിയെ കാറ്റി ഒന്ന് നടക്കാം. അല്ല വാർത്ത, എനിക്കൊരു സംശയം. ഈ ആനകൾക്കൊക്കെ ഹിന്ദുക്കളുടെ പേരിടുന്നത് എന്തുകൊണ്ട് ക്രിസ്ത്യൻസിന്റെ പേരിട്ടുകൂടാ? ഏത് പാത്രത്തിലും മാമോദീസ മുക്കും. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ മുസ്ലിംസിന്റെ പേരിട്ടാ കുഴപ്പം? എവിടെ കൊണ്ടുപോയി ആര് സുന്നത്തി?